സ്ട്രക്ചർ ഓഫ് ആറ്റം. സോ കെമിസ്ട്രിയിൽ നിന്ന് വേണ്ട നമ്മളുടെ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സിൽ തന്നെ ഏറ്റവും ഈസിയസ്റ്റ് ചാപ്റ്ററാണ് സ്ട്രക്ചർ ഓഫ് ആറ്റം. ജസ്റ്റ് ബേസ് അറിഞ്ഞാൽ തന്നെ ഈ ഒരു ചാപ്റ്റർ നമുക്ക് നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. ഈ ചാപ്റ്റർ പഠിച്ചാൽ തന്നെ ബാക്കി കുറച്ച് ചാപ്റ്റേഴ്സ് ഉണ്ട്, ഫിസിക്സിലായാലും കെമിസ്ട്രിയിലെ ആറ്റംസ് ഒക്കെ ഈ ചാപ്റ്ററിൻ്റെ ബാക്കിയാണ്. സോ നിങ്ങൾക്ക് നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണിത്. സോ ഈ ചാപ്റ്ററിൽ കീം 2025 എന്തൊക്കെ പഠിക്കണം എന്ന് നോക്കാം. ഓക്കെ, സോ ഫസ്റ്റ് സബ് അറ്റോമിക് പാർട്ടിക്കിൾസ്. പ്രോട്ടോൺസ്, ന്യൂട്രോൺസ്, ഇലക്ട്രോൺസ് ആണ് സബ് അറ്റോമിക് പാർട്ടിക്കിൾസ് എന്ന് നമുക്കറിയാം. ആൻഡ് അതിൻ്റെ ചാർജസ്, പ്രോട്ടോണിൻ്റെ ചാർജ് +1.6 × 10⁻⁻19 കൂളംബാണ്. അതിൻ്റെ മാസ് വരുന്നത് 1.67 × 10⁻⁻27 കിലോഗ്രാം ആണ്. കണ്ടുപിടിച്ചത് ഗോൾസ്റ്റീൻ ഇൻ ദ ഇയർ 1886. ഓക്കെ, ന്യൂട്രോൺ ന്യൂട്രലാണ്, ചാർജ് ഇല്ല. മാസ് ഉണ്ട്. മാസ് എന്ന് പറയുന്നത് പ്രോട്ടോണിൻ്റെ അതേ മാസ്സായിരിക്കും, 1.67 × 10⁻⁻27 കിലോഗ്രാം ആണ്. ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ചാഡ്വിക് ആണ് ഇൻ ദ ഇയർ 1932. ലാസ്റ്റ് ഇലക്ട്രോൺ ആണ്. ഇലക്ട്രോൺ നെഗറ്റീവ് ചാർജ് ആണ്. നെഗറ്റീവ് ചാർജ് എന്നാൽ പ്രോട്ടോണിൻ്റെ അതേ ചാർജ് തന്നെ നെഗറ്റീവായിട്ട്, അതായത് 1.6 × 10⁻⁻19 കൂളംബാണ്. മാസ് വരുന്നത് 9.1 × 10⁻31 കിലോഗ്രാം ആണ്. ആൻഡ് ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് J.J. തോംസൺ ഇൻ ദ ഇയർ 1897. ഓക്കെ, സോ പ്രോട്ടോണും ന്യൂട്രോണും ഇലക്ട്രോണും കണ്ടുപിടിച്ച അവരുടെ ചാർജ് അറിയാം, മാസ് അറിയാം. ആറ്റം മോഡൽ. തോംസൺ ആറ്റം മോഡലാണ് ആദ്യം. അത് പ്ലം പുഡിംഗ് എന്ന് പറയും. പ്ലം പുഡിംഗ് എന്ന് അല്ലെങ്കിൽ വാട്ടർമെലൺ മോഡൽ എന്നൊക്കെ പറയും. അതായത് അതിൽ ഇലക്ട്രോൺസ്, ഈ പ്ലം എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് ചാർജുള്ള പ്രോട്ടോൺ ആണ്. അതിൻ്റെ ഉള്ളിലേക്ക് റേസിൻസ് ഇട്ടതുപോലെയാണ് അവിടെ ഇലക്ട്രോൺസ് ഇട്ടതെന്നാണ് തോംസൺ പറഞ്ഞിട്ടുള്ളത്. അതായത് ഇലക്ട്രോൺസ് എംബഡഡ് ഇൻ എ പോസിറ്റീവ് സ്ഫിയർ. അതുകൊണ്ടാണ് അതിനെ നമ്മൾ പ്ലം പുഡിംഗ് മോഡൽ എന്നോ വാട്ടർമെലൺ മോഡൽ എന്നോ പറയുന്നത്. രണ്ടാമത്തേതാണ് റൂദർഫോർഡ് മോഡൽ. അത് ന്യൂക്ലിയർ ആറ്റം, ഡെൻസ് ന്യൂക്ലിയസ് ആണ്, ഇലക്ട്രോൺസ് ഓർബിറ്റ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ റൂദർഫോർഡ് ആറ്റം മോഡൽ കണ്ടുപിടിച്ചത് ഒരു ഗോൾഡ് ഫോയിൽ വെച്ചിട്ടാണ്. അപ്പം ഒരു റേസിനെ പാസ് ചെയ്തപ്പം ചില സ്ഥലങ്ങളിൽ റിഫ്ലക്റ്റ് ബാക്ക് ചെയ്തു, ചിലത് ചില ആംഗിൾസിൽ റിഫ്ലക്റ്റ് ചെയ്തു, ചിലത് കറക്റ്റ് ബെൻഡ് ചെയ്ത് ബാക്കോട്ട് തന്നെ വരുന്നു. അപ്പോൾ എന്തോ ഒരു സംഭവം അവിടെ സെൻറ്ററിൽ ഉണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ അവിടെ ഒരു ന്യൂക്ലിയസ് ഉണ്ടെന്ന് മനസ്സിലായി, ഒരു ഡെൻസ് ന്യൂക്ലിയസ് ഉണ്ട്. പിന്നെ അതിന് ചുറ്റും ഇലക്ട്രോൺസ് ഓർബിറ്റിലുണ്ടെന്ന് മനസ്സിലായി. അടുത്താണ് ഓക്കെ, അതിൻ്റെ ഒരു ഡിഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സ്റ്റെബിലിറ്റി പറയാൻ റൂദർഫോർഡിന് പറ്റിയിട്ടില്ലായിരുന്നു. അങ്ങനെ അതുകൊണ്ടാണ് ബോർ വന്നത്. ബോർ മോഡൽ കോണ്ടൈസ്ഡ് ഓർബിറ്റ്സ് ആണ്. L = NH/2π. ഇതാണ് ഒരു ഇത് വരുന്നത്, ഓർബിറ്റിൻ്റെ ഇത് വരുന്നത്. ഇനി ബോർ മോഡൽ ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ എനർജി എന്ന് പറയുന്നത് -13.6 n² ആയിരിക്കും അവിടുത്തെ എനർജി വരുന്നത്. റേഡിയസ് വരുന്നത് 0.529 n² ആയിരിക്കും. ഇപ്പോൾ ഫസ്റ്റ് ഓർബിറ്റ് ആണെങ്കിൽ 0.529 ആയിരിക്കും. ഓക്കെ, ഇനി 1/λ = RH × 1/n²f - 1/n²i. അതായത് റിഡ്ബർഗ് ഫോർമുലയിൽ ഫൈനലും ഇനീഷ്യലും ഉള്ളതിൻ്റെ ഇത് നോക്കുക. അങ്ങനെയാണ് അവിടുത്തെ 1/λ കണ്ടുപിടിക്കേണ്ടത്. റിഡ്ബർഗ് കോൺസ്റ്റൻറ്റ് RH = 1.097 × 10⁻⁷ m/(−1) ആയിരിക്കും. പിന്നെ ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് λ = h/p ആണ്. ഇമ്പോർട്ടൻ്റ് ആണ് λ = h/p വരുന്നത്. അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? h/mv എന്ന് എഴുതാം. p എന്ന് പറയുന്നത് മൊമെൻറ്റമാണ്. ഇനി ഹൈസൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ ആണ്. Δx × Δp > h/4π. ഈ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാം, മൊമെൻറ്റം കണ്ടുപിടിക്കാം, h കണ്ടുപിടിക്കാം. ഓക്കെ, ഇനി ക്വാണ്ടം നമ്പേഴ്സ് ആണ്. ഇപ്പോൾ 4 ക്വാണ്ടം നമ്പേഴ്സ് ഉണ്ട്. പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ, അസിമുത്താൽ കോൺസ്റ്റന്റ് നമ്പർ, മാഗ്നറ്റിക് നമ്പർ, സ്പിൻ നമ്പർ. സോ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറിൽ n എന്ന് പറയുന്നത് നമ്മൾ വാല്യൂസ് 1, 2, 3 കൊടുത്തു. അവിടെ എനർജി ലെവൽസ് ആണ് അവിടെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ളത്. അസിമുത്തൽ L ആണ്, 0 to n-1 ആയിരിക്കും. ഓർബിറ്റൽ ഷേപ്പ് അതായത് SPDF ആണ് വരുന്നത്. മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ എന്ന് പറയുന്നത് MI ആണ്, -1 to 1 ആയിരിക്കും, +1 ആയിരിക്കും അതിൻ്റെ വരുന്നത്. അത് ഓർബിറ്റൽ ഓറിയൻറ്റേഷൻ ആണ് കാണിക്കുന്നത്. സ്പിൻ +1/2 to -1/2 ആയിരിക്കും. ഇലക്ട്രോൺ സ്പിൻ ഡയറക്ഷൻ ആയിരിക്കും വരുന്നത്. ഓക്കെ, ഇനി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യാം.
The radius of first Bohr orbit of hydrogen is 0.529 angstrom. The radius for third orbit, അതായത് നമുക്കറിയാം റേഡിയസ് ഇസ് പ്രൊപ്പോർഷണൽ ടു എൻ സ്ക്വയർ ആണ്. അപ്പോൾ എൻ സ്ക്വയർ ആണെങ്കിൽ ആദ്യത്തത് r³ എത്ര ആയിരിക്കും? നമുക്ക് ഇക്വേഷൻ അറിയാം. r എന്ന് പറയുന്നത് 0.529 എൻ സ്ക്വയർ ആംസ്ട്രോങ് ആയിരിക്കും. അപ്പോൾ എന്നിന് പ്രൊപ്പോർഷണലാണ്. അപ്പോൾ എന്നിൻ്റെ സ്ക്വയർ ആയിരിക്കും. അപ്പോൾ തേർഡ് ഓർബിറ്റ് ആണെങ്കിൽ തേർഡ് സ്ക്വയർ വെച്ചിട്ട് ഇതിനെ ചെയ്താൽ മതി. ദ നമ്പർ ഓഫ് ഇലക്ട്രോൺ വിത്ത് L = 1 ആൻഡ് N = 3. L 1 N 3 ആണെങ്കിൽ പി ഷെല്ലായിരിക്കും. L 0 ആണെങ്കിൽ ഓക്കെ പി ഷെല്ലായിരിക്കും. SPDF അല്ലേ. അപ്പം 0 ആണെങ്കിൽ S ആയിരിക്കും, 1 ആണെങ്കിൽ P ആയിരിക്കും, 2 ആണെങ്കിൽ D ആയിരിക്കും, 3 ആണെങ്കിൽ F ആയിരിക്കും. ഓക്കെ, സോ ഇവിടെ 1 വന്നതുകൊണ്ട് പി ഷെല്ലാണ്. പി ഷെല്ലിൽ തേർഡ് ഓർബിറ്റ്. അപ്പോൾ M1 എന്ന് പറയുന്നത് -1 to M എന്ന് പറയുന്നത് എന്താണ്? മാഗ്നറ്റിക് ആണ്. അപ്പം -1 0 1 ആയിരിക്കും. ഈച്ച് ഹോൾഡിങ് 2 ഇലക്ട്രോൺസ്. അപ്പോൾ 6 ഇലക്ട്രോൺസ് ഉണ്ടായിരിക്കും. ഓക്കെ, ഇനി ദ എനർജി ഓഫ് എൻ ഇലക്ട്രോൺ ഇൻ ദ ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് ഹൈഡ്രജൻ. ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് ഹൈഡ്രജൻ നമുക്കറിയാം എനർജി = -13.6/n² eV ആയിരിക്കും. അപ്പോൾ 13.6/n എത്രയാണ്? ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റ് ആകുമ്പോൾ 2 ആയിരിക്കും. അപ്പോൾ n² ആയിരിക്കും. ഇനി വിച്ച് ക്വാണ്ടം നമ്പർ ഓഫ് ഡിറ്റർമിൻസ് ഓർബിറ്റൽ ഷേപ്പ്? ഓർബിറ്റൽ ഷേപ്പ് തരുന്നത് അസിമുത്തൽ ക്വാണ്ടം നമ്പറാണ്. ഇനി ദ ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് ഓഫ് എൻ ഇലക്ട്രോൺ മൂവിങ് വിത്ത് 10⁻⁶ m/s. ലാംഡ ആണ് ചോദിച്ചത്. ലാംഡ = h/mv ആണ്. h is equal to 6.626 × 10⁻⁻34. ഇത് കോൺസ്റ്റൻ്റ് ആണ്. ഈ കോൺസ്റ്റൻ്റ് പഠിച്ചിരിക്കണം. m മാസ് ഓഫ് ഇലക്ട്രോൺ എത്രയാണ്? 9.1 × 10⁻31 ആണ്. വെലോസിറ്റി 10⁶ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അപ്രോക്സിമേറ്റ് 7.28 ആംസ്ട്രോങ് കിട്ടും. അക്കോർഡിംഗ് ടു ഹൈസൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പൽ, ഇഫ് ഡെൽറ്റ എക്സ് ഇസ് 0 ദെൻ മൊമെൻറ്റം എത്രയായിരിക്കും? ഇൻഫിനിറ്റി ആയിരിക്കും. ഇനി കുറച്ച് ടിപ്സാണ്, പ്രോബ്ലം സോൾവിങ് ടിപ്സ്. ഈ എനർജി യൂസ് En = -13.6/n² ഫോർ ഹൈഡ്രജൻ ലൈക്ക് അയോൺസ്. ഹൈഡ്രജൻ ലൈക്ക് അയോൺസിന് ഈക്വേഷൻ യൂസ് ചെയ്യാം. ഇപ്പോൾ ഹീലിയം ആണെങ്കിൽ റീപ്ലേസ് 13.6 വിത്ത് 54.4. ഹീലിയം ആണെങ്കിൽ 54.4 ഇട്ട് കൊടുക്കണം. ഇനി ക്വാണ്ടം നമ്പേഴ്സ്. മാക്സിമം ഇലക്ട്രോൺ ഇൻ എ ഷെൽ ഇസ് ഈക്വൽ ടു 2n² ആയിരിക്കും. ഫോർ L = 2 D ഷെല്ലും Mi ഹാസ് 5 വാല്യൂസ്. ഓക്കെ, ഇനി യൂണിറ്റ്സ്. കൺവേർട്ട് ആംസ്ട്രോങ് ടു 1 ആംസ്ട്രോങ് എന്ന് പറയുന്നത് 10⁻⁻10 മീറ്റർ ആണ്. നമ്മൾ കൂടുതലായിട്ടും ഉണ്ടാക്കുന്ന മിസ്റ്റേക്സ് പറയുന്നത് കൺഫ്യൂസിങ് N പ്രിൻസിപ്പൽ നമ്പർ ആൻഡ് L അസിമുത്തൽ ക്വാണ്ടം നമ്പേഴ്സ്. പിന്നെ ഫോർഗെറ്റിംഗ് നെഗറ്റീവ് സൈൻ ഓഫ് ബോർ എനർജി ഫോർമുല. അടുത്തത് കാൽക്കുലേറ്റ് ദ വേവ് ലെങ്ത് ഓഫ് ലൈറ്റ് എമിറ്റഡ് വെൻ എൻ ഇലക്ട്രോൺ ജംപ് ഫ്രം N = 4 to N = 2. 4ൽ നിന്ന് 2ലോട്ട് ജമ്പ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വേവ് ലെങ്ത്. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷനിലോട്ട് കൊടുക്കാം. റിഡ്ബർഗ് കോൺസ്റ്റൻറ്റ് ആഡ് ചെയ്തിട്ട് നമുക്ക് ലാംഡ കിട്ടും 486 നാനോമീറ്റർ എന്ന്. An electron has N = 3 and L = 2. What are possible Mi values? N 3 ആണ് തന്നിട്ടുണ്ട്. L 2 ആണെങ്കിൽ ഏതാണ്? ഡി ഷെല്ലാണ്. ഡി ഷെല്ലാകുമ്പം അവിടെ ഉണ്ടാകുന്ന വാല്യൂസ് 5 ഉണ്ടാവും. അപ്പോൾ -2 to 2 ആയിരിക്കും. ഇഫ് ഡെൽറ്റ എക്സ് = -10⁻x meter, -10⁻10 meter, 10⁻10 meter, find delta V. So delta V = h/4πm delta x ചെയ്താൽ നമുക്ക് 5.8 × 10⁵ m/s കിട്ടും. ക്വിക്ക് റെഫറൻസ് ടേബിൾ ആണ്. ബോറിൻ്റെ റേഡിയസ് Rn is proportional to n² ആണ്. എനർജി ലെവൽ En proportional to 1/n² ആണ്. ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് ലാംഡ = h/mv ആണ്. പോളിസ് എക്സ്ക്ലൂഷൻ. നോ 2 ഇലക്ട്രോൺസ് ഹാവ് ഓൾ 4 ക്വാണ്ടം നമ്പേഴ്സ് ഐഡൻറ്റിക്കൽ. അതായത് 2 ഇലക്ട്രോൺസിന് എല്ലാ ക്വാണ്ടം നമ്പേഴ്സും ഐഡൻറ്റിക്കൽ ആയിരിക്കില്ല. ഓക്കെ, ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് മാക്സിമം റിവൈസ് ചെയ്യുക. നിങ്ങൾ മാക്സിമം ഈ ക്വിക്ക് റെഫറൻസ് ടേബിൾ പോലത്തെ അങ്ങനത്തെ ടേബിൾസ് നിങ്ങൾ ഉണ്ടാക്കി വെക്കുക. പറ്റുവാണെങ്കിൽ ഞാൻ അങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യുന്നുണ്ടായിരിക്കും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. താങ്ക്